നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായമാരായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാലുദ്ദേശങ്ങളും അള്ളാഹു നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയ പോലെ എന്നാൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും അള്ളാഹുദെ പോലെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പാറക്കാവ് ശാഖ സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ സിൽവർ ജൂബിലി സമാപന സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്. 3 ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള പ്രൗഢമായ സദസ്സാണ്. ഇവിടെ റഹീമ സൂചിപ്പിച്ച പോലെ വളരെ അനുഗ്രഹീതമായ ഈ നാട്ടിലെ ഈ പ്രദേശത്തെ എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥി യുവാക്കളും ഒക്കെ തന്നെ സംഗമിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് എല്ലാവിധ പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്ന രീതിയിൽ വളരെ ആവേശപൂർവ്വം ഇവിടെ വന്ന ഈ പ്രദേശവാസികളെ അഭിനന്ദിക്കുകയാണ്. ഈ കൂട്ടായ്മ അള്ളാഹു നമ്മുടെ മഹല്ലത്തിൽ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്തരത്തിലുള്ള നന്മയുടെ കൂട്ടായ്മകളാണ് ഓരോ മഹല്ലുകളിലും വളരേണ്ടത്. രക്ഷിതാക്കളും കാരണവന്മാരും വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഉള്ള കൂട്ടായ്മ, അതും നന്മയുടെ ഇൽമിൻ്റെ സദസ്സിൽ, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങൾ സമൂഹത്തിലേക്ക് നൽകുന്ന സദസ്സുകളിൽ കടന്നു വരിക ഒരു മഹല്ലിൻ്റെ ചൈതന്യമാണ്. ഈ കൂട്ടായ്മയാണ് എന്നും ഇവിടെ നിലനിൽക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനമാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന് 9 പതിറ്റാണ്ടുകാലമായി ദിശാബോധം നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കേരളീയ മുസ്ലിം സമൂഹത്തിൽ യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് ജമാഅയുടെ സന്ദേശങ്ങൾ വ്യതിയാനങ്ങളില്ലാതെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ ഇന്നും സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ദീൻ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ തന്നെ ഭാഗ്യം ലഭിച്ചവരാണ് കേരളീയ മുസ്ലിം സമൂഹം. ആ മഹിതമായ ആശയാദർശത്തിലൂടെ ജീവിച്ചവരാണ് കേരളത്തിലെ ജനങ്ങളൊക്കെ തന്നെ. ഒരേ ആശയാദർശങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാലഘട്ടം മുതൽ 1920 കാലഘട്ടം വരെ കേരളീയ മുസ്ലിം സമൂഹം അനുവർത്തിച്ചു വരികയും വിശ്വാസ ആശയാദർശങ്ങളുടെ യാതൊരു വ്യതിയാനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ 20 കാലഘട്ടങ്ങളായപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉടലെടുത്ത പുതിയ ചിന്താഗതികൾ കേരളത്തിലേക്ക് കടന്നു വന്നു. മുൻഗാമികളെ മുശ്രിക്കുകളായി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ പാത പിൻപറ്റേണ്ടതില്ല എന്ന് ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ മഹല്ലുകളിൽ ഭിന്നിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഭാഗം ആളുകൾ കടന്നു വന്നപ്പോഴാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് ജമാഅയുടെ സന്ദേശങ്ങൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് പണ്ഡിതന്മാരുടെ ദൗത്യമാണ് എന്ന് മനസ്സിലാക്കി മഹാനായിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ നബറുല്ലാഹ് മർക്കദ് അവറുകളുടെ അധ്യക്ഷതയിൽ അന്നത്തെ സാത്വികന്മാരായ പണ്ഡിതന്മാർ രൂപം നൽകിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം. അള്ളാഹുവിൻ്റെ ദീൻ അത് വികലമായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ അതിന് യഥാർത്ഥ രൂപത്തിൽ സംരക്ഷിക്കേണ്ടത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി സാത്വികരായ, നിസ്വാർത്ഥരായ, നിഷ്കളങ്കരായ, ആരിഫീങ്ങളായ, ഔലിയാക്കളായ പണ്ഡിതന്മാരും സദാത്യങ്ങളുമാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ സാമ്പത്തികമായ ചൂഷണങ്ങൾക്ക് വേണ്ടിയോ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ല ഈ പ്രസ്ഥാനത്തെ അവർ ഇവരുടെ രൂപം നൽകിയത്. അള്ളാഹുവിൻ്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ സമൂഹത്തിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഏക ലക്ഷ്യം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായി. വിധേയ സംഘടനകൾക്ക് കടന്നു കയറാൻ സാധിക്കാതെ ഇന്നും കേരളത്തിൽ അജയ്യമായി നിൽക്കുന്നത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കുന്നതാണ്. ഇന്നും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങളും അംഗീകരിക്കുന്നത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങളാണ്. കാരണം ഇത് അള്ളാഹു അനുഗ്രഹിച്ച പ്രസ്ഥാനമാണ്.
ഈ മഹിതമായ പ്രസ്ഥാനം എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണ് രൂപം നൽകി അണുവിട വ്യതിചലിക്കാതെയാണ് 9 പതിറ്റാണ്ട് കാലമായി ഈ പ്രസ്ഥാനം അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന പണ്ഡിതന്മാരും ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരുമൊക്കെ തന്നെ ആ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചവരും പ്രവർത്തിച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആർക്കും തന്നെ സംശയത്തിൽ വരാത്ത രീതിയിൽ തന്നെ, അതുപോലെ തന്നെ ഏവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ജീവിത വിശുദ്ധിയിലൂടെ തൻ്റെ ജീവിതത്തിൽ അതൊക്കെ തന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ട് കാണിച്ചു തന്നവരാണ് നമുക്ക് നേതൃത്വം നൽകിയവരും നൽകിക്കൊണ്ടിരിക്കുന്നവരായ മഹാന്മാരായ സാത്വികന്മാരെ പണ്ഡിതന്മാർ. ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച മഹാന്മാരായിരുന്ന ഗണ്യത്ത് ഉസ്താദും ഷംസുൽ ഉലമയും ഒക്കെ തന്നെ നേതൃത്വം നൽകിയവരാണ്. ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന അത്രമാത്രം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് എന്താണോ സമൂഹത്തോട് പറയുന്നത്, എന്താണോ പരിശുദ്ധമായ ദീൻ ഇസ്ലാം, അതാദ്യം തൻ്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മാതൃക കാണിക്കുന്നവരാണ് നമുക്ക് നേതൃത്വം നൽകുന്നവർ. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അടിയുറച്ച് നിൽക്കേണ്ടത് നമ്മുടെ ജീവിത വിജയത്തിന് അനിവാര്യമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. നിരവധി പ്രസ്ഥാനങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കി കടന്നു വന്ന വിദയി സംഘടനകൾ ഇന്ന് അവരുടെ ആശയാദർശങ്ങളിൽ നിന്ന് തന്നെ അവർ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം അവർ ഇന്ന് കലഹിച്ചുകൊണ്ട് അവരുടെ ആശയാദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനവും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ തന്നെ, ജമാഅത്ത് ഇസ്ലാമി ഇന്ന് മത സംഘടന എന്ന പേര് പോലും പറയാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നു. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം പല കഷ്ണങ്ങളായി വിഭജിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ എന്തിനു വേണ്ടി വിഭജിച്ചുവെങ്കിൽ അതിൻ്റെ പേരിൽ ഇന്ന് പരസ്പരം അവർ തന്നെ അവരുടെ ലക്ഷ്യങ്ങളിൽ അവരുടെ ആശയങ്ങൾ എന്ത് എന്ന് പോലും അവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവർ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് സത്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ. എന്നാൽ യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് ജമാഅത്ത് സന്ദേശങ്ങൾ 9 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും യാതൊരു വ്യതിയാനമില്ലാതെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ഒരിക്കലും തന്നെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടി വന്നിട്ടില്ല. യഥാർത്ഥ സുന്നത്ത് ജമാഅത്താണ് ഈ പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ സമസ്തയുടെയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയും പോഷക സംഘടനയും ഒക്കെ പ്രവർത്തനങ്ങൾ ആർക്കും തന്നെ സംശയത്തിന് ഇടവരുത്തുന്ന രീതിയിൽ കാണാൻ സാധിക്കുകയില്ല എന്നൊരു കാര്യം തീർച്ചയാണ്. ഇന്ന് പല മതസംഘടനകളും ഇന്ന് നിയമപാലകരുടെ മുമ്പിൽ ഇന്ന് സംശയത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് അനിസ്ലാമിക പ്രവർത്തനങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഈ വിദയി സംഘടനകളിൽപ്പെട്ട ആളുകളാണ് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ലോകത്ത് ഉടലെടുത്ത എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും IS പോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ അതിൻ്റെയൊക്കെ തന്നെ അവർക്ക് പ്രചോദനങ്ങൾ വിദയി ആശയങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ആ സാഹോദര്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, നീതിയുടെ ആ സന്ദേശങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഇന്ന് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, വളരെ വ്യക്തമായ മാർഗം നമ്മൾ മുൻഗാമികളായ മഹാന്മാർ കാണിച്ചു തന്നവരാണ്. ഇവിടെ ഇസ്ലാമിക പ്രബോധനമായി കടന്നു വന്ന മാലിക് ബിൻ ദീനാറും സംഘവും ഇവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയവരാണ്. അവരുടെ ജീവിത വിശുദ്ധിയിലൂടെ ഇവിടെ യാതൊരു മുസ്ലിം സമൂഹം ഇല്ലാതിരുന്ന അവസരങ്ങളിൽ പോലും അവരുടെ ഇസ്സത്തോടുകൂടി അവരുടെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ ആ മഹിതമായ പൈതൃകമാണ്, പാരമ്പര്യമാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയുകയില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല ആളുകളും മറ്റ് പ്രദേശങ്ങളിലേക്ക് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ, അതും മറ്റ് വിദയി സംഘടനകളിൽപ്പെട്ട ആളുകളിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് ഒരിക്കലും തന്നെ മറ്റ് പ്രദേശങ്ങളിൽ പോയി ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു മുസ്ലിമായി ജീവിക്കേണ്ട ഒരവസ്ഥയില്ല എന്ന് നമുക്കറിയാം. കാരണം ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ മറ്റുള്ളവരോട് സഹവർത്തിത്വത്തിൻ്റെ, സഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിലുള്ള ഇസ്ലാമിക സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായ ദൃഷ്ടാന്തം നമ്മുടെ അറിഞ്ഞുപോയ സാത്വികന്മാരും ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന
മഹാന്മാരെ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഒക്കെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് കീഴിലാണ് നാം അടിയുറച്ച് നിൽക്കേണ്ടത്. നമ്മുടെ ഇസ്ലാമിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിന് കൊടുത്താനുള്ളത്. ഇന്ന് നാം വലിയ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏക സിവിൽ കോഡിൻ്റെ പേരിൽ ഫാഷിസ്റ്റ് ഭരണകൂടം ഇന്ന് നമ്മുടെ ഭരണഘടന തന്നെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ മുസ്ലിം സമൂഹത്തിന് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, എല്ലാ വിഭാഗങ്ങൾക്കും അവരുടേതായ അവകാശങ്ങൾ നൽകുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ ധ്വംസിക്കുന്ന രീതിയിൽ അതിന് മാറ്റത്തിരുത്തലുകൾ വിധേയമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിനെതിരെ വാളോങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ നാം ഐക്യത്തോടെ ഒരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നാം തയ്യാറാണെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഇസ്ലാമിക ശരീഅത്തിനെതിരെ ഫാഷിസ്റ്റുകൾ പല വിധത്തിലുള്ള ഗൂഢതന്ത്രങ്ങൾ പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ അതൊക്കെ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ കൂട്ടായ്മകളിലൂടെ അതൊക്കെ തന്നെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയിലൂടെ അത്തരം ഇസ്ലാമിക ശരീഅത്തിനെതിരെയുള്ള എല്ലാ വെല്ലുവിളിയും ഏറ്റെടുത്തുകൊണ്ട് അതിന് ശക്തമായ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടത് അനിവാര്യതയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ എന്നുള്ളത് മതേതര ജനാധിപത്യ രാജ്യമാണ്. ഏത് മതവിശ്വാസിക്കും അവരുടേതായ മതവിശ്വാസങ്ങളുമായി അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും ജീവിക്കാനുള്ള എല്ലാവിധ സർവ്വസ്വതന്ത്ര്യം നൽകുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന, നമുക്കറിയാം. ഈ ഇന്ത്യൻ അതുകൊണ്ട് തന്നെ ഏത് വിശ്വാസിക്കും, ഏതൊരു മതത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും അവരുടെ വിശ്വാസവും അതൊരു ആദർശവുമായി ജീവിക്കാൻ എല്ലാവിധ സർവ്വ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പക്ഷെ അതിനെ മാറ്റിക്കൊണ്ട് എല്ലാവർക്കും ഈ ഒരൊറ്റ തത്വം എന്ന രീതിയിലേക്ക്, ഏക സിവിൽ കോഡ് എന്ന രീതിയിലേക്ക് ഇന്ന് ഫാഷിസ്റ്റുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു പല സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ സംസ്കാരങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം പരസ്പരം വ്യത്യസ്തമായ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണുള്ളത്. ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏത് സിവിൽ കോഡാണ്, ഏത് മതത്തിൻ്റെ കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്, നമുക്കറിയാം. എന്നാൽ അവരുടേതായ ഓരോ മതവിശ്വാസിക്കും അവരുടേതായ മതവിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഇന്നേവരെ ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. ഇസ്ലാമിക ശരീഅത്തിനെ അനുകൂലിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനെതിരെയുള്ള ആളുകൾക്കും അവരുടേതായ വിശ്വാസവുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട് ഇസ്ലാമിക. അതുകൊണ്ട് തന്നെ ഇത്തരം ഏക സിവിൽ കോഡുമായി മുന്നോട്ട് വരുന്ന ഭരണാധികാരികൾ അതിന് പിന്മാറണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ അത് സമസ്ത ജമിഅത്തുൽ ഉലമയാണ് ഇതിനൊക്കെ തന്നെ നേതൃത്വം നൽകുന്നത്. കേരളീയ മുസ്ലിം സമൂഹത്തിന് ഇസ്സത്തോടു കൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ. 2.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപം നൽകിയ ഈ പ്രസ്ഥാനം വിജ്ഞാന വിനയം സേവനം എന്ന മുദ്രാവാക്യമായി ഈ പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിം വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസവും അത് മതപരമായാലും ഭൗതികപരമായാലും ആ മേഖലയിൽ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദഅവാ പ്രവർത്തന രംഗത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാമധാരികളായ ആളുകൾ തിന്മകളിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ നന്മയിലേക്ക് ആകർഷിക്കാനും ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ തന്നെ നമ്മുടെ ഇബാദിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ട്രെൻഡ് എന്ന പേരിൽ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ടു റിവൈവ് എഡ്യൂക്കേഷൻ നോട്ട് ഡിലേ എന്ന പേരിൽ വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾ നിരവധി പുരോഗതികളാണ് വിദ്യാഭ്യാസ രംഗത്ത് SKSFന്റെ വിദ്യാഭ്യാസ വിങ്ങിലൂടെ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ 2 പ്രവർത്തകന്മാർ സിവിൽ സർവീസ് രംഗത്ത് IAS ലഭിച്ചുകൊണ്ട് നമുക്ക് അഭിമാനമായി മാറി നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്നും ഈ കാലങ്ങളിലൊക്കെ തന്നെ ആ മേഖലയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ട ആവശ്യമായ പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ തന്നെ നൽകിക്കൊണ്ട് HEP പോലെയുള്ള ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പോലെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് SKSF പലവിധ പദ്ധതികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കീഴിലായ വിദ്യാർത്ഥികൾ പഠിക്കുകയും അവർക്ക് തന്നെ ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തനമാണ് SKSF നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സഹചാരി എന്ന പേരിൽ റിലീഫ് പ്രവർത്തന രംഗത്ത് വളരെ മാതൃകാപരമായ പദ്ധതികൾ. ഓരോ വിശുദ്ധ റമദാനിനും ആദ്യ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ മഹല്ലുകളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സംഖ്യകൾ പാവപ്പെട്ടവരായ നിരവധി രോഗികൾക്ക് ചികിത്സാ സഹായമായി നൽകാൻ, കിഡ്നി സംബന്ധമായ രോഗികൾ, ക്യാൻസർ ബാധിച്ച രോഗികൾ, അതുപോലെ തന്നെ പല രീതിയിലുള്ള ഹൃദയ സംബന്ധമായ രോഗികളുമൊക്കെയുള്ള അങ്ങനെ നമ്മുടെ പ്രവർത്തകന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക്, അപകടം വീട്ടുന്ന ആളുകൾക്കൊക്കെ തന്നെ വളരെ ആശ്വാസമായി ആ പദ്ധതി സഹചാരിയിലൂടെ നിരവധി സേവന പ്രവർത്തനങ്ങൾ സഹായം നൽകാൻ സാധിച്ചു എന്നുള്ളത്
വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യത ഇന്ന് വളരെയധികമാണ്. ഇന്ന് സമൂഹം തിന്മയിലേക്ക് വഴുതിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹം വഴിതെറ്റിക്കൊണ്ട് തിന്മകളുടെ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ SKS പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഓരോ മഹല്ലുകളിലും വളരേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് തിന്മകൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതിനേക്കാൾ തിന്മയിലേക്ക് ക്ഷണിക്കപ്പെടുന്ന സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്ത് അവരാ തിന്മകളിലേക്ക് പോകാതെ നമ്മുടെ ഈ വിദ്യാർത്ഥി സമൂഹത്തെ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാക്കി മാറ്റാൻ ആവശ്യമായ കൂട്ടുകെട്ട് നന്മയുടെ കൂട്ടായ്മകൾ വളർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടെ പാറക്കാവ് ശാഖ SKSF നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ നിങ്ങളുടെയൊക്കെ തന്നെ ഈ പരിപൂർണമായ പിന്തുണ എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. നമ്മൾ വിദ്യാർത്ഥികൾ വഴിതെറ്റാതെ തനിക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ തന്നെ ഉപകാരപ്രദമായ രീതിയിൽ വളരുന്നവരായി മാറാൻ നന്മയുടെ കൂട്ടായ്മകൾ നാം വളർത്തിക്കൊണ്ടുവരുന്നതിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് സാഹചര്യങ്ങൾ കൂട്ടുകെട്ടുകളുമാണ് വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്ന നിരവധി സഹോദരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാൻ കാരണം ആ കൂട്ടുകെട്ടുകളാണ്. ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തെ വലവീശിക്കൊണ്ട് ഇന്ന് കലാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലും ഇന്ന് ഹൈസ്കൂൾ തലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലും ഇന്ന് ലഹരികളുടെ മാഫിയകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം തിന്മകൾ നിറഞ്ഞ സാഹചര്യത്തിൽ ആ തിന്മ പ്രതിരോധിക്കാൻ, അത് നന്മയും തിന്മ വേർതിരിച്ചറിഞ്ഞുകൊണ്ട് നന്മ തിരഞ്ഞെടുക്കാനുള്ള മനസ്സ്, ആ തിന്മയുടെ കൂടെ ഒഴുകിപ്പോകാതെ അതിന് പ്രതിരോധിക്കാനുള്ള മനസ്സുണ്ടാവുന്നവരാ മാത്രമെങ്കിൽ ആവശ്യമായ വിജ്ഞാനം നൽകേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള നന്മയുടെ പ്രവർത്തനങ്ങളാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വളരെയധികം സന്തോഷകരമാണ്. ഇവിടെ ശാഖ SKSFിൻ്റെ കീഴിൽ 25 വർഷമായി ഇവിടെ പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായി 25 വർഷ കാലയളവിനിടയിൽ നിരവധി ദീനി പ്രവർത്തനങ്ങൾ ഈ മഹല്ലത്തിൽ നടത്തിയെന്ന് ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെയൊക്കെ തന്നെ അകമഴിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും സഹായ സഹകരണമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി വിംഗ് കമ്മിറ്റി പുറത്തിറക്കുന്ന സമസ്ത സ്ഥാപനങ്ങൾ എന്ന ഡയറക്ടറി പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. പ്രകാശനം ചെയ്യുന്നത് SKSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ അവറുകളാണ്. രണ്ട് വ്യക്തിത്വങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി വേദിയിൽ അധ്യക്ഷ ഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട SKSF സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുറഹീം മാസ്റ്റർ ചുവലിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇല്ലാ തഫ്അലൂഹു തകും ഫിത്നത്തും ഫിൽ അർളി വഫസാദുൻ കബീർ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി അലന്നാസി സമാനുൻ അസ്വാബിറു ഫീഹിം അലാദീനി കൽ ഖാബിലി അലൽ ജം. റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വളരെ മഹിതമായ പാറക്കാവ് ശാഖ SKSFിൻ്റെ സിൽവർ ജൂബിലി സമാപന മഹാസമ്മേളനത്തിൻ്റെ ഔപചാരികമായ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മോട് സംവദിച്ച അഭിയുന്നരായ നമ്മുടെ നായകൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് SKSFിൻ്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ, കേരളത്തിലെ പ്രമുഖ പ്രഭാഷകനും യുവ പണ്ഡിതനുമായ ബഹുവന്ദരായ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, വേദിയെ ധന്യമാക്കുന്ന പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് മുനിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയസ്ഥനായ വൈസ് പ്രസിഡന്റ് NM അൻവർ സാദ് സാഹിബ്, ഈ വേദിയിലെ
ബഹുവന്ദരായ കാരണവന്മാരെ, SYSന്റെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ മഹല്ല് കമ്മിറ്റിയുടെ, മദ്രസ കമ്മിറ്റിയുടെ ബഹുമാന്യരായ ഭാരവാഹികളെ, കാരണവന്മാരെ, നേതാക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല ഈ സംഗമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്, ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് പവിത്രമായ ദീനി കാര്യങ്ങൾക്ക് പ്രചോദനം നൽകാൻ താല്പര്യത്തോടെ നമ്മളൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലാഹു തആല ഇവിടെ വിനിയോഗിക്കുന്ന ഓരോ നിമിഷവും നാളെ റബ്ബിന്റെ മുന്നിൽ പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വളരെ വിശാലമായ ഒരു വിശകലനത്തിനു പറ്റിയ അവസരമല്ല. നമ്മുടെ അഭിനന്ദനായ മുഖ്യാതിഥി വന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാന്യനായ മുഖ്യ പ്രഭാഷകൻ ഇവിടെ കാത്തിരിക്കുകയാണ്. വളരെ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് പാറക്കാവ് ശാഖ SKSFന്റെ ഈ സിൽവർ ജൂബിലിയുടെ സമ്മേളനത്തിൽ ഈ വിനീതൻ പങ്കെടുക്കുന്നത്. പാറക്കാവ് ശാഖ SKSFുമായി വളരെ വലിയ ഒരു ആത്മബന്ധം ഈ വിനീതനുണ്ട്. തൊട്ടടുത്ത പ്രദേശത്തുകാരൻ എന്നതിലപ്പുറം കേരളത്തിൽ 5000-ലധികം വരുന്ന SKSFന്റെ അംഗീകൃത ശാഖകളിൽ വളരെ ശ്രദ്ധേയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു ശാഖാ കമ്മിറ്റി എന്ന നിലക്ക് പലപ്പോഴും ശാഖാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ അവസരമുണ്ടായപ്പോഴൊക്കെ തന്നെയും പാറക്കാവ് ശാഖയുടെ പ്രവർത്തനങ്ങൾ ഒരുപടി മുന്നിൽ നിൽക്കുവാൻ, അത് അങ്ങനെ നോക്കിക്കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സ്വാഗത ഭാഷണത്തിൽ 2.5 പതിറ്റാണ്ട് കാലമായി ഈ പ്രദേശത്ത് SKSFന്റെ സഹപ്രവർത്തകർ നടത്തിയിട്ടുള്ള ജാജ്വല്യമാനമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ഓരോന്നും ഇങ്ങനെ വിവരിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി. SKSFന്റെ അജണ്ടകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വൈജ്ഞാനിക രംഗത്ത്, വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക രംഗത്ത് വളർന്നു വരുന്ന തലമുറയെ ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ, ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിന്റെ പരിണതിയാണ് 25 വർഷക്കാലം കഴിയുമ്പോൾ ഈ മഹല്ലത്തിന് വെളിച്ചം നൽകുവാൻ ഈ സംഘടനക്ക്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്നതിന്റെ തെളിവാണ്. അവരെ ആശീർവദിക്കുവാൻ, അവർക്ക് പ്രചോദനം നൽകുവാൻ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും താങ്ങും താങ്ങുമാകുവാൻ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആബാലവൃദ്ധം ജനങ്ങൾ ഒരുമിച്ച് കൂടി എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നൽകുന്ന ഈ പിന്തുണയാണ്, ഈ സഹകരണമാണ് എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ പ്രവർത്തകർക്ക് എന്നും പ്രചോദനമായിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനീ പ്രവർത്തനങ്ങളുടെ മാർഗരേഖക്കൊത്തു ചലിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിന് ആവോളം ആവേശം നൽകുവാൻ എൻ്റെ പ്രിയപ്പെട്ട കാരണന്മാർ ഇവിടെ മുന്നിലുണ്ട് എന്നതാണ് ഈ പ്രദേശത്തെ SKSFനെ വ്യതിരിക്തമാക്കുന്നത്. ഈ മഹല്ലത്തിന്റെ സകലമാന സുഹൃത്തുക്കളുടെ പിറകിലും, എല്ലാ വെളിച്ചത്തിന്റെ പിറകിലും ഒരു പ്രഭവ കേന്ദ്രമായി മാറുവാൻ എൻ്റെ പ്രിയപ്പെട്ട SKSFന്റെ സഹപ്രവർത്തകർക്ക് സാധിച്ചു. നല്ല വിദ്യാഭ്യാസമുള്ള, നന്നായി ചിന്തിക്കുന്ന പുതിയ തലമുറയിലെ ഒരു പറ്റം ആളുകൾ. അവർ ഇങ്ങനൊരു അവസരമില്ലായിരുന്നുവെങ്കിൽ മറ്റെവിടെയോ വഴിമാറിപ്പോകുമായിരുന്നു. അവരുടെ കഴിവ്, അവരുടെ സ്കില്ലുകൾ, അവരുടെ അഭിവൃദ്ധി, അവരുടെ പ്രവർത്തനാസക്തിയൊക്കെ തന്നെയും മറ്റേതൊരു മാർഗത്തിൽ വഴിതിരിഞ്ഞു പോകുമായിരുന്ന ഈ പ്രവർത്തനത്തെ നേരിന്റെ മാർഗരേഖ ഒത്തുകൊണ്ട് മുന്നോട്ട് ചലിക്കുവാൻ അവർക്ക് സഹായകമായിട്ടുള്ളത് SKSFന്റെ പ്രവർത്തകനാണ്. ഞാൻ പ്രത്യേകിച്ചു കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരുപാട് പ്രവർത്തനങ്ങൾ, 1-2 എടുത്തു പറയേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ടീനേജ് പ്രായക്കാരെ, വിദ്യാർത്ഥികളെ അവരുടെ പ്രായത്തെ അറിഞ്ഞുകൊണ്ട് അവർക്ക് ധാർമ്മിക ബോധം അവരുടെ മനസാന്തരങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ക്ലാസുകൾ. ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിദ്യാർത്ഥിനികൾക്ക് അവരുടെ പഠനത്തിന് ഉപയുക്തമാകുന്ന രൂപത്തിൽ അവരെ ഈ മാർഗരേഖയിൽ ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ. ഒപ്പം തന്നെ മേഖലയിൽ നമ്മുടെ സ്ത്രീകൾക്ക്, സഹോദരങ്ങൾക്ക്, വാപാലബദ്ധം ജനങ്ങൾക്ക് വെളിച്ചമാകുന്ന രൂപത്തിലുള്ള മാസങ്ങൾ നടക്കുന്ന വളരെ പ്രൗഢമായ പ്രഭാഷണങ്ങൾ, ക്ലാസുകൾ. അതിലെല്ലാം ഉപരി സഹജാരുടെ പേരിൽ, റിലീഫിന്റെ പേരിൽ എല്ലാ മേഖലയിലും കൈവെക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അഭിമാനിക്കാം. തീർച്ചയായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സമയത്ത് നമ്മൾ ഒത്തുപോകുന്നത് ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരു മെഴുകുതിരി വെട്ടം പോലെ വെളിച്ചം നൽകിക്കൊണ്ട് നമുക്ക് മുമ്പേ കടന്നുപോയ ചില പ്രവർത്തകരുടെ പേരുകൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വായിക്കുകയുണ്ടായി. അവർ ഇന്ന് ഖബറിൽ കിടക്കുകയാണ്. പ്രത്യേകിച്ച് യഹ്യാജി അടക്കമുള്ള
ധാരാളം പ്രവർത്തകന്മാർ ഇന്ന് ഖബറിലാണ്, ബർസഖി ജീവിതത്തിൽ. അല്ലാഹു തആലയുടെ ഖബറുകൾ വെളിച്ചമാക്കി നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്ത ഓരോ സേവനവും, അവർ അതിനുവേണ്ടി സഹിച്ച എല്ലാ ത്യാഗങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്ന സകല സേവനങ്ങളും നാളെ നമുക്ക് ഖബറിൽ കൂട്ടായി, മഹ്ശറിൽ കൂട്ടായി അള്ളാഹു നമ്മുടെ ഒപ്പം നമുക്ക് ഗുണപരമായി മാറ്റുമാറാവട്ടെ. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ബാക്കിയായി നമുക്കുണ്ടാവുന്നത്. നമ്മുടെ കാരണവന്മാരുടെ ആത്മാർത്ഥമായ പിന്തുണ തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ പ്രവർത്തനങ്ങളുടെ പിന്നിൽ, ഇതിന്റെ പ്രവർത്തനങ്ങളെ പരുത്തുമ്പോഴും ഇവിടെയുള്ള സദസ്സ് വീക്ഷിക്കുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങൾ ധന്യരാണ്. ഒരിക്കലും നമുക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല, ഒരിക്കലും നമുക്ക് വിശ്രമിക്കാനായിട്ടില്ല. ധാരാളം അജണ്ടകൾ ഇനി ഏറ്റെടുക്കാനുണ്ട്, ധാരാളം പ്രവർത്തന പദ്ധതികൾ നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പുതിയ തലമുറ പ്രവർത്തന മേഖലയിൽ നിന്ന്, ധാർമ്മിക ബോധത്തിൽ നിന്ന്, ധാർമ്മിക മേഖലയിൽ നിന്ന് മെല്ലെ മെല്ലെ വൈതിരിഞ്ഞു പോകുമ്പോൾ അവരെ ഈ പാതയോരത്ത് ഉറപ്പിച്ചു നിർത്തുവാൻ തീർച്ചയായും ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. നമുക്കറിയാലോ, ഇന്നത്തെ വർത്തമാനകാല സാഹചര്യം വളരെ പ്രയാസകരമാണ്, വളരെ മലീമിസമാണ്. ഞാൻ ആ പുതിയ വർത്തമാന സാഹചര്യങ്ങളെ കുറിച്ച് വിശദമായി പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സലാഹുദ്ദീൻ വൈസ് ഇവിടെ വിശാലമായി പറയും. നമുക്ക് ഭരിക്കുന്ന ഭരണകൂടം പോലും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ഒരു മുസ്ലിമാന്റെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് ഡെമോക്രസിന്റെ വാള് പോലെ നമ്മുടെ തലക്ക് മുകളിൽ ഏകസ്വിൽ കൊളുത്തൂങ്ങി നിൽക്കുമ്പോൾ, ഒരു മുസ്ലിം അവന്റെ തൊപ്പിയും അവന്റെ താടിയും അവന്റെ ഇസ്ലാമിക ഷിആറുകൾ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തീവ്രവാദത്തിന്റെ സിംബലായി, തീവ്രവാദത്തിന്റെ അടയാളമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പ്രചണ്ഡമായ പ്രചാരണ കോലാഹലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ പ്രവർത്തനങ്ങളിലും ഈ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങളിലും നമുക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്, നമുക്കും അതിലൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിന്ന് തലമുറ അകന്നു പോയാൽ തീർച്ചയായും സല്ലല്ലാഹു അലൈഹിം മദുവ, ശത്രുവിനെ അധികാരത്തിൽ കൊണ്ടുവരും. ശത്രു അധികാരത്തിൽ വരുമ്പോൾ, ശത്രുവിന്റെ അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ തീർച്ചയായും നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ശത്രു അധികാരത്തിൽ വരുമ്പോഴും ശത്രുവിന്റെ അജണ്ടകൾ നടപ്പിലാക്കി നമ്മുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അതിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തിരിച്ചറിയാതുകൊണ്ട് അതിന് മാറ്റം വരുത്ത വേദിയിലേക്ക് ഈ ചടങ്ങിന്റെ അഭിനന്ദനായ മുഖ്യ അതിഥി, മണ്ണാർക്കാടിന്റെ അഭിനന്ദനായ MLA ഭൂവന്ദനായ അഡ്വക്കേറ്റ് M ശംസുദ്ദീൻ സാഹിബ് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇനി വിശാലമായി ഞാൻ പറയുന്നില്ല. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ബഹുവന്ദനായ MLA സാന്നിധ്യമാണ്, അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിശുദ്ധ പ്രവാചകൻ പറഞ്ഞ ഒരു ഖുദ്സിയ ഹദീസ് ഉണ്ട്. അള്ളാഹു പറഞ്ഞതായി ഖുദ്സിയ ഹദീസ് നമുക്കറിയാം. അള്ളാഹു പറഞ്ഞതായി പുണ്യ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തിയ ഹദീസ്, അന മാലിക്കുൽ മുലൂക്കി ഖുലൂബുൽ മുലൂക്കി ബിയദി. ഞാനാണ് സകല രാജാധികാരികളുടെയും അധിപൻ, ഞാനാണ് എല്ലാ ലോകത്തെ രാജാധികാരികളുടെയും, ഇന്ത്യയാവട്ടെ, പാകിസ്ഥാനാവട്ടെ, സൗദി അറേബ്യ ആവട്ടെ, ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെ ഭരിക്കുന്ന രാജാധികാരിയുടെ അതിന്റെയും അധികാരി ഞാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭരണാധികാരിയുടെയും ഹൃദയം എന്റെ കയ്യിലാണ്, എല്ലാ ഭരണാധികാരിയുടെയും ഹൃദയം എന്റെ കയ്യിലാണ്. ഫൈനൽ ഇബാദ ഇദാ അതാവനി, എന്റെ അനുയായികൾ, എന്റെ അടിമകൾ, ആ രാജ്യത്തെ എന്റെ അടിമകൾ എന്നെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, പടച്ചറബിന്റെ മാർഗരേഖക്കനുസരിച്ച് ജീവിച്ചാൽ ആ ഭരണാധികാരിയുടെ ഹൃദയം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുമെന്ന് അള്ളാഹു പറഞ്ഞതായി മഹാനായ നബീന മുഹമ്മദ് മുസ്തഫ. ഫൈനൽ ഇബാദ ഇദാ അതാവനി ഹബ്ബൽതു ഖുലൂബ മുലൂകിം ബിർറഹ്മതി വറഹഫ. അവരുടെ ഹൃദയം, ആ ഭരണാധികാരിയുടെ ഹൃദയം, അവർ നമുക്ക് കരുണാപരമായി കാരുണ്യത്തോടെ നമ്മെ നോക്കുവാനും അനുകൂലമാക്കുവാനും എനിക്ക് സാധിക്കും. അതുകൊണ്ട് എൻ്റെ ആ നാട്ടിലെ എൻ്റെ അടിമകൾ ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്നല്ലേ ഇതിന്റെ താല്പര്യം. ഇനി എൻ്റെ അടിമകൾ, ആ രാജ്യത്തെ എൻ്റെ അടിമകൾ ഇതാ അസൗനി എന്നെ ധിക്കരിച്ചു ജീവിച്ചാൽ ഈ ധാർമ്മിക ബോധം വിസ്മരിച്ചുകൊണ്ട് താന്തോന്നികളായി ജീവിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിന് വിരുദ്ധമായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ ആ രാജ്യത്തെ ഭരണാധികാരിയുടെ ഹൃദയം നിങ്ങൾക്ക് എതിരായി ഞാൻ തിരിച്ചുവിടുമെന്നാണ്. ഫൈനൽ ഇബാദ ഇദാ അസൗനി ഹവ്വൽത ഖുലൂബ മുലൂകി മലഹിം ബിസ്സഖതതി വന്നിഖമ വസാമുഹും സുഅൽ അദാബ്.
അവന്റെ ഹൃദയം നിങ്ങൾക്ക് എതിരായി ഞാൻ തിരിച്ചുവിടുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അങ്ങനെ ചെയ്യുമെന്ന് ബോധ്യപ്പെടുത്തിയത് മഹാനായ നബീന മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വർത്തമാനകാല രംഗത്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇങ്ങനെ പോകുമ്പോഴും നമുക്കും അതൊരു പങ്കുണ്ട്. ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്ന നിലയ്ക്ക് നാം ആ പങ്ക് ഉൾക്കൊള്ളുകയും നമുക്ക് ധാർമ്മിക ബോധത്തിൽ കൂടുതൽ ജ്വലിച്ചു നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കൂടി ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബോധവും ബാധ്യതയും നമുക്കുണ്ടെന്ന് കൂടി ഈ സമ്മേളനത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനിയും വിശാലമായ അജണ്ടകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വളരെ വിശാലമായ അജണ്ടകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മുടെ പ്രവർത്തനത്തിന്റെ പരിണിതിയായി വിദ്യാഭ്യാസ മേഖലയിലും ധാർമ്മിക മേഖലയിലും സാംസ്കാരിക രംഗത്തും നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള വളരെ പ്രൗഢമായ പ്രവർത്തനത്തിന്റെ അറിയുമ്പോൾ മഹാപണ്ഡിതന്മാരുടെ പ്രവർത്തനത്തിന്റെ പരിണിതി, അവരുടെ പ്രവർത്തനത്തിന്റെ പിറകിൽ നമ്മൾ നിൽക്കുന്നു, അവരുടെ ഹാദിമികൾ നിൽക്കുന്നു എന്നതാണ് തീർച്ചയായും നമ്മുടെ വിജയം. അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. നമ്മുടെ അതിഥി ബഹുമാനപ്പെട്ട MLA-ക്ക് തിരൂരിൽ നിന്ന് ട്രെയിൻ മാർഗം പെട്ടെന്ന് പോവേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ നേടിയ നേട്ടത്തിൽ അഹങ്കരിക്കുകയല്ല, ഇനിയും ഒരുപാട് ദൂരം താണ്ടാനുണ്ട് എന്ന ഉത്തരവാദിത്ത ബോധമാണ് 25ാം വാർഷികത്തിന്റെ ആഘോഷത്തിന്റെ വേളയിലും നമ്മെ നയിക്കേണ്ടത്. എൻ്റെ ബഹുമാന്യരായ കാരണവന്മാരോട്, ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആവോളം പ്രോത്സാഹനങ്ങൾ നൽകിയിട്ട്, എല്ലാ തരത്തിലുമുള്ള പ്രചോദനങ്ങൾ നൽകിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് നിങ്ങൾ ആവും വിധം വെളിച്ചവും സഹകരണവും നൽകേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ മഹല്ലത്തിന്റെ എല്ലാവിധ നന്മകളുടെയും എല്ലാവിധ സുഹൃതങ്ങൾക്കും എല്ലാവിധ വെളിച്ചങ്ങൾക്കുമൊക്കെ നിദാനമാകുവാൻ, അതിന് കാരണമാകുവാൻ ഇനിയും നമ്മുടെ പ്രവർത്തകർ സാധിക്കും. അതിന് കഴിവും കെൽപ്പുമുള്ള വളരെ പ്രഗത്ഭരായ പ്രവർത്തകരാണ് ഉള്ളത്. അല്ലാഹു തആല അവരുടെ ഇതുവരെയുള്ള മുഴുവൻ സേവനങ്ങളും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും